ശബരിമലയിൽ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ മോഷ്ടിച്ച സിപിഐഎം നേതാക്കളായ ദേവസ്വം ബോർഡ് ഭാരവാഹികളും ദേവസ്വം വകുപ്പ് മന്ത്രിയും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും സിപിഐഎം മുഖ്യമന്ത്രിയും അറിയാതെ ശബരിമലയിൽ ഒന്നും നടക്കില്ലെന്നും ജനങ്ങളോട് തുറന്നു പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് വിശ്വാസികൾക്കൊപ്പം എന്ന മുദ്രാവാക്യവുമായി കെ മുരളീധരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ ജാഥ ഈ മാസം 16 രാവിലെ 10 മണിക്ക് നിലമ്പൂരിൽ എത്തിച്ചേരുകയാണ്. പ്രസ്തുത പരിപാടിയുടെ വിജയത്തിനായി നിലമ്പൂരിൽ സ്വാഗത സംഘം രൂപീകരണ യോഗം നടത്തി. KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ശബരിമലയിലെ ഓരോ കാര്യങ്ങൾക്കും ദേവസ്വത്തിന്റെ മാനുവലുണ്ട്. ആ മാനുവൽ അനുസരിച്ച് ചെയ്യാൻ പാടും. അതാണ് നിയമം. അവിടെ നിന്ന് ഒരു സാധനം കൊണ്ടുപോകാൻ സാധനങ്ങൾ ഏതാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രൊമൈസസിൽ വെച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ, സന്നിധാനത്തിൽ വെച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ, അഥവാ എന്തെങ്കിലും ഒരു തരി സ്വർണ്ണമായാലും ചെമ്പായാലും പുറത്തു കൊണ്ടുപോകുന്നതിന് അവിടെ ആരുടെയൊക്കെ അനുവാദം വാങ്ങണം. ഇതൊക്കെ ദേവസ്വം മാനുവലുള്ളതാണ്. അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് കിലോ കണക്കിന് സ്വർണം ഉൾപ്പെടെയുള്ളത് 5 കൊല്ലം കൂടുമ്പോൾ ഇതുപോലെ വളരെ ലാഘവത്തോടു കൂടി ആളുകൾ ഒരാളെ ഏൽപ്പിക്കുന്നു. ദേവസ്വം ബോർഡിൻ്റെ അംഗമല്ല, കമ്മീഷണർ ജീവനക്കാരനല്ല, യാതൊന്നുമില്ലാത്ത അവിടെ വന്നു പോകുന്ന ഒരാളെ അവിടുത്തെ സ്വർണം ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ അതും അവിടുത്തെ ദ്വാരപാലക ശില്പം ഉൾപ്പെടെ ഇപ്പൊ പറയുന്ന കട്ടിടപ്പടി ഉൾപ്പെടെ ഇനി എന്തൊക്കെ ഉണ്ട് എന്ന് പറയാൻ പറ്റും. ഇതൊക്കെ ഒരാളെ ഏൽപ്പിക്കുക, അയാൾ കൊണ്ടുപോകുക, 40 ദിവസം വരെ അത് എവിടെയൊക്കെ ഇഷ്ടപ്പെടുന്നു കൊണ്ടുപോവുക, എന്നിട്ട് ആരൊക്കെ അതിന്റെ പേരിൽ പണം പിരിക്കുക, എന്നിട്ട് അയാൾ തന്നെ സ്വർണം പൂശാനുള്ള സ്പോൺസർമാരെ കണ്ടെത്തുക. ആ സ്പോൺസർമാരെ എത്ര പേരെ സമീപിച്ചു, എത്ര പണം കിട്ടി, ആ പണം കിട്ടിയത് എത്ര പേരെ ഈ സ്വർണത്തിന് പൂശുന്നതിന് വേണ്ടി ഉപയോഗിച്ചു, ഇതൊന്നും ഒരു കണക്കും കയ്യുമില്ലാതെ എവിടെയും സത്യത്തിൽ ഏത് ചെറിയ സ്ഥാപനത്തിലാണെങ്കിൽ പോലും ഇതൊക്കെ ഒരു നോട്ട് ബുക്കിൽ എഴുതി. ആര്യടൻ ഷൌക്കത്ത് MLA അധ്യക്ഷം വഹിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ജോയ് മുഖ്യപ്രഭാഷണം നടത്തി. VA കരീം, അജീഷ് എടാലത്ത്, A ഗോപിനാഥ്, പാലോളി മെഹബൂബ്, ബാബു തോപ്പിൽ, ഗോപാലകൃഷ്ണൻ, EA കരീം, ജോജി K അലക്സ് എന്നിവർ സംസാരിച്ചു. ആര്യടൻ ഷൌക്കത്ത് MLA ചെയർമാനായി സ്വാഗത സംഘം കമ്മിറ്റി രൂപീകരിച്ചു. 13, 14 തീയതികളിൽ മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാക്കും. 16 രാവിലെ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്നും നിലമ്പൂർ അങ്ങാടിയിലേക്ക് ജാഥയെ സ്വീകരിച്ച് ആനയിക്കും. SS Gold, Pure Gold. SS Group, Nilambur.